السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ ധാരാളം കാര്യങ്ങൾ നമ്മെ ഉത്ബോധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് സൂറത്തുൽ അസ്ർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ പരാജയത്തിലാണ്. കാലം എന്ന് പറഞ്ഞാൽ സമയം. പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇവിടെ സമയത്തെയാണ് അല്ലാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത്. അങ്ങനെ സത്യം ചെയ്ത് അല്ലാഹു തആല പഠിപ്പിക്കുന്നത് മനുഷ്യൻ പരാജയത്തിലാണ്. നമുക്കിവിടെ പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പിന്നിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചവരാണ് ലോകത്ത് വിജയിച്ചവർ. സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാത്തവരാണ് ലോകത്ത് പരാജയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമയം ചെലവഴിക്കുന്നതിൽ കൃത്യമായ ഒരു തീരുമാനം, കൃത്യമായ ഒരു അജണ്ട നമ്മുടെ മുന്നിൽ വേണം. ടൈം മാനേജ്മെൻറ്റ് എന്ന പേരിൽ ഒരുപാട് ക്ലാസ്സുകളും കോഴ്സുകൾ പോലും നമുക്ക് പരിചയമുണ്ടാവാം. ടൈം ഈസ് മണി എന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ആവശ്യമായ സമ്പത്ത് ശേഖരിക്കുന്നിടത്ത് പോലും അതിൻ്റെ ലീഡറായി മുന്നിൽ നിൽക്കുന്നത് സമയമാണ്. സാധാരണയിൽ ബുദ്ധിമാന്മാരൊക്കെ പറയാറുണ്ട്, ലോകത്ത് ഏറ്റവും വിലമതിക്കാത്ത എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വില എന്ന് പറയാൻ പറ്റാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് സമയമാണ്. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ച് പിടിക്കാൻ നമുക്ക് മാർഗമില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അതും സമയമാണ്. മാത്രവുമല്ല, സംഭരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കാത്തൊരു വസ്തുവും സമയമാണ്. ലോകത്തുള്ള ഏത് വിലപ്പെട്ട വസ്തുവാണെങ്കിലും നമുക്കത് എവിടെയെങ്കിലും ശേഖരിച്ചു വെക്കാം. സമയത്തെ ശേഖരിക്കാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് അനുവദിച്ച സമയത്തിനപ്പുറം അള്ളാഹു ആർക്കും നൽകുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ സമയം വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു, ഒരാൾ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയാൽ 5 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചോദ്യം അള്ളാഹു ചോദിക്കും. അതിലാദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സമയം അതെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഹനുംബ്രിഹി ഫീമ അഫ്നാഹു. രണ്ടാമത്തെ ചോദ്യം വഅൻ ശബാബിഹി ഫീമ അബ്ലാഹു. ആ മനുഷ്യനിക്ക് അല്ലാഹു തആല നൽകിയ പ്രധാനപ്പെട്ട 2 വിഷയമാണ്. ഒന്ന് വയസ്സ്, അവൻ്റെ ഓരോ നിമിഷങ്ങളും. ആ വയസ്സുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അയാളുടെ യൗവനം. അപ്പം ഇത് രണ്ടും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പ്രസക്തമായ ചോദ്യം ഉണ്ടാകും എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു പോയാൽ മനുഷ്യരായ നാം തീർത്തും പരാജയത്തിലായിരിക്കും. വൽ അസ്രി, സമയത്തെ അല്ലെങ്കിൽ കാലത്തെ തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
മനുഷ്യന് പരാജയത്തിലാണ്. എന്നാൽ ആ സമയം ഫലപ്രദമായി ഉപയോഗിച്ചാൽ നാം വിജയിക്കും. അതിനെ പറ്റിയ പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ അഥവാ ആ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് കൃത്യമായി ശേഷം പറയുന്നത്. ഇല്ലല്ലദീന ആമനു, നല്ല വിശ്വാസമുണ്ടോ അവരൊഴികെ, നല്ല വിശ്വാസമുള്ളവർ ഒഴികെ. അപ്പോൾ നല്ല വിശ്വാസത്തോടുകൂടി ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അയാളുടെ സമയം വെറുതെയാവുകയില്ല, അയാൾ പരാജയത്തിലാവുകയില്ല. നല്ല വിശ്വാസം മാത്രം പോരാ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, ആ വിശ്വാസങ്ങൾക്കനുസൃതമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഭാഗം. അപ്പോൾ 2 ഗുണം. മൂന്നാമത്തത് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. 4മത്തത് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. അപ്പം മൊത്തത്തിൽ നല്ല വിശ്വാസം, നല്ല കർമ്മം, നന്മ കൊണ്ട് അഥവാ ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, പിന്നെ ഈ രംഗത്ത് വരുന്ന പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ വേണ്ടി പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. ഈ 4 ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ അവൻ്റെ സമയം വെറുതെയാവുകയില്ല, അതുകൊണ്ട് തന്നെ അവൻ പരാജയപ്പെടുകയില്ല. അതെപ്പോഴും നമുക്ക് വേണ്ടത് ഈ ലോകത്ത് അല്ലാഹു അനുവദിച്ച വിലപ്പെട്ട സമയം, ഓരോ നിമിഷവും നമ്മുടെ ഓരോ ശ്വാസവും നമുക്ക് വിലപ്പെട്ടതാണ്. ആ സമയത്തിനുള്ളിൽ പരമാവധി നമ്മുടെ വിശ്വാസം പിഴച്ചു പോവാതെ, നമുക്കറിയാം ലോകത്ത് ഒരുപാട് വിശ്വാസക്കാരുണ്ട്, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാം. പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടണമെങ്കിൽ നല്ല വിശ്വാസം. ഹബീബന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഫോളോ ചെയ്ത് ജീവിച്ച സ്വഹാബത്തും അവരെ ഫോളോ ചെയ്ത് ജീവിച്ച പിൻഗാമികൾ, അങ്ങനെ താവഴിയായി വന്ന ഒരു ഇസ്ലാമിക വിശ്വാസ രീതി അത് കൃത്യമായി പകർത്തണം. എന്നല്ലാതെ വിശ്വാസത്തിൽ മായം കലർന്നിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള പിഴച്ച വിശ്വാസങ്ങളോ അല്ലെങ്കിൽ പച്ചയായ നിഷേധം അഥവാ അള്ളാഹുവിനെ നിഷേധിക്കുന്ന വിശ്വാസങ്ങളോ, ഇതൊന്നുകൊണ്ടും ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അയാളുടെ സമയം വെറുതെയാണ്. എന്നാൽ വിശ്വാസം ക്ലിയറായി എന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. വിശ്വാസം ഒരു അടിത്തറയാണ്. ആ അടിത്തറയുടെ മുകളിൽ നാം പണിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് കൃത്യമായ കർമ്മം, ആ കൂട്ടത്തിൽ നിസ്കാരമായാലും നോമ്പായാലും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കർമ്മങ്ങൾ, ആ കർമ്മങ്ങളും കുറ്റമറ്റ രീതിയിൽ അതിന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച നിബന്ധനകളൊക്കെ പൂർത്തിയാക്കി അത് അള്ളാഹുവിന് വേണ്ടി, മറ്റാർക്കും വേണ്ടിയാവാതെ അള്ളാഹുവിന് വേണ്ടി എന്ന നിയത്തോടുകൂടി നാം നിർവഹിക്കുമ്പോൾ നമ്മുടെ സമയം ഫലപ്രദമാകും, നാം പരാജിതരിൽപ്പെടില്ല. എന്നാൽ ഇത് മാത്രം പോരാ, നല്ല വിശ്വാസവും നല്ല കർമ്മവും മാത്രം പോരാ. അതിന് പുറമെ നമ്മുടെ ഈ വിശ്വാസം കൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും മറ്റുള്ളവർക്ക് ഉപകരിക്കണം. ഞാൻ മാത്രം സ്വർഗത്തിൽ പോവുക, എനിക്ക് മാത്രം സ്വർഗം ലഭിക്കുക എന്നത് ശരിയല്ല. മറ്റുള്ളവർക്കും എൻ്റെ ഒരു വാക്കിലൂടെ, എൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ എന്തെങ്കിലും നന്മ ലഭിക്കണം, അവരും എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവണം എന്നൊരു ഗുണകാംക്ഷ, അത് നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ഉപദേശിക്കണം. അപ്പോൾ പരസ്പരം ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപദേശിക്കുന്ന ആൾ നിങ്ങളെല്ലാം കേട്ടോളുക എന്ന രീതിയിലാവാൻ പാടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉപദേശം കിട്ടുമ്പോൾ നന്മയാണെങ്കിൽ അത് ഉൾക്കൊള്ളുക. ചില സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവിടെയും നമ്മൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്നുള്ളതല്ല, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, പ്രത്യേകിച്ച് ഉപദേശത്തിൻ്റെ മേഖലയിൽ ഇൽമുള്ളവരാണ് മുന്നോട്ട് വരേണ്ടത്. ഇൽമില്ലാത്തവർ പരമാവധി ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കുക. അതേസമയം ആലിമീങ്ങളല്ലാത്തവർ കൂടുതൽ പ്രശ്നമില്ലാത്ത, കൂടുതൽ പഠിച്ച് പറയേണ്ട വിഷയമല്ലാത്ത നല്ല നല്ല കാര്യങ്ങൾ, ഉദാഹരണം ഇപ്പം നമ്മളുടെ സുഹൃത്ത് നിസ്കരിക്കാത്തൊരു സുഹൃത്തുണ്ടെങ്കിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വലിയ ഇൽമൊന്നും വേണ്ടല്ലോ. മൊത്തത്തിൽ ഓരോ മേഖലയിലും ആവശ്യമായ രീതിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ആ ഒരു ഗുണം കൂടി നമ്മളിലുണ്ടാവണം. 4മത്തത്
ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, അഥവാ നല്ല വിശ്വാസവും നല്ല കർമ്മവും പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാം. പ്രത്യേകിച്ച് മഹാന്മാരായ പ്രവാചകന്മാർ, അവർക്ക് ശേഷം വന്ന ഔലിയാക്കൾ അഥവാ അമ്പിയാക്കളും ഔലിയാക്കളും ചെയ്തൊരു ഡ്യൂട്ടിയാണ്. ഈ മേഖലയിൽ അവരൊരുപാട് പ്രയാസം അനുഭവിച്ചവരാണ്. അഷദ്ദുൽ ബലാഇ അൽ അംബിയാ എന്നെ കൃത്യമായി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രയാസം അനുഭവിച്ച പ്രവാചകന്മാരെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഔലിയാക്കളെ ഫോളോ ചെയ്ത് വരുന്ന മുഅ്മിനീങ്ങൾക്കെല്ലാം പ്രയാസങ്ങളുണ്ടാവാം. അവിടെയൊക്കെ ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. ക്ഷമ 3 മേഖലയിലാണ് വരേണ്ടത്. ഒന്ന്, നല്ലത് ചെയ്യുമ്പോൾ ആ നല്ലത് ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തി, ശരീരത്തെ പാകപ്പെടുത്തി ആ മേഖലയിൽ സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ക്ഷമ. രണ്ടാമത്തത്, തിന്മയെ ചെയ്യാതെ തിന്മയിൽ നിന്നും പൂർണ്ണമായും മനസ്സിനെയും ശരീരത്തെയും മാറ്റി നിർത്തിയിട്ട് ആ മേഖലയിൽ ഉണ്ടാകുന്നൊരു സഹനം. ആ ഒരു സഹനശേഷി രണ്ടാമത്തെ ക്ഷമയാണ്. മൂന്നാമത്തത്, ഇതൊരു പരീക്ഷണ ലോകമാണ്. ഇവിടെ അല്ലാഹു തആല തരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം. സുഖത്തിന് പുറമെ ചിലപ്പോൾ അതിലേറെ നമുക്ക് പ്രയാസങ്ങൾ വന്നേക്കാം. അത് രോഗമായിട്ടും ദാരിദ്ര്യമായിട്ടും അങ്ങനെ പല നിലക്കും. ചിലപ്പോൾ മക്കളെ കൊണ്ട് പരീക്ഷണങ്ങൾ വരും, ഭാര്യമാരെ കൊണ്ടുവരും, ഭർത്താക്കന്മാരെ കൊണ്ടുവരും. ചിലപ്പോൾ കാലമുസീബത്തുകൾ പലതും വന്ന് നമുക്കുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു മനുഷ്യനിക്ക് ജീവിതവും മരണവും തന്നത് ഇവിടെ സുഖിച്ചു പോകാനല്ല, മറിച്ച് ഈ പരീക്ഷണ ലോകത്ത് നല്ല ഒരു ജീവിതം അള്ളാഹുവിൻ്റെ മുന്നിൽ കാഴ്ചവെക്കുന്നവർ ആരാണെന്നൊരു പരീക്ഷണം. അപ്പോൾ ഒരു പരീക്ഷാ ഹാളിലാണ് നമ്മളുള്ളത്. ഒരു പരീക്ഷാ ഹാളിൽ എന്തായാലും നമുക്ക് സുഖം ഉണ്ടാവില്ല. ആ ഹാളിൽ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കുറേ ബേജാരും വെപ്രാളവും പ്രയാസങ്ങളായിരിക്കും. അതുപോലത്തെ അനുഭവം ഇവിടെ നിങ്ങൾക്കുണ്ടാവാം. അപ്പം എന്താ വേണ്ടത്? അവിടെയും നല്ലൊരു സഹനശേഷി ഉണ്ടാവണം. മൊത്തത്തിൽ നന്മ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സഹനശേഷി, തിന്മയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്ന് പോകാനുള്ളൊരു സഹനശേഷി, പിന്നെ ഈ പരീക്ഷണ ലോകത്ത് അല്ലാഹു തരുന്ന പരീക്ഷണങ്ങളെ സഹിച്ചു പോകാനുള്ള ആ ഒരു ശേഷി. ഇങ്ങനെ 3 നിലക്കുള്ള ക്ഷമ. അതും നമ്മൾക്ക് മാത്രം പോരാ, നമുക്കുള്ളതോടൊപ്പം മറ്റുള്ളവരിലേക്കും ആ ക്ഷമയെക്കുറിച്ചുള്ള ഉത്ബോധനം, ഉപദേശം, നിർദ്ദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. പിന്നെ നമ്മളെന്തെങ്കിലും ഇതുപോലുള്ള ഒരു ക്ഷമയില്ലാത്ത, സഹനമില്ലാത്തൊരവസ്ഥയെത്തും മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഇങ്ങനെ ഈ പറയപ്പെട്ട 4 ഗുണങ്ങളുണ്ടെങ്കിൽ ഒരാളുടെ സമയം ഫലപ്രദമാണ്, അയാൾ വിജയിക്കും. മൊത്തത്തിൽ അല്ലാഹു തആല പറയുന്നത്, കാലത്തെ സമയത്ത് തന്നെ സത്യം, മനുഷ്യൻ പരാജയത്തിലാണ്. 4 ഗുണങ്ങളുള്ളവരൊഴികെ നല്ല വിശ്വാസം, നല്ല കർമ്മം, നന്മ കൊണ്ട് സത്യം കൊണ്ട് ഉപദേശിക്കുന്നവർ, അതോടൊപ്പം തന്നെ ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവർ. അല്ലാഹു ഈ 4 ഗുണങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.